ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറിയുടെ ഒരു റെസിപ്പി നോക്കാം. ആർക്കും ഉണ്ടാക്കാൻ പറ്റാം. അത് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ കുക്കിംഗ് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം. ഒരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ കറക്റ്റ് നല്ല ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ കിട്ടും. ഒരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ബീഫ്, ഒരു കുക്കറിനകത്തോട്ട് ആവശ്യത്തിന് ബീഫ് ഇടുക. ഞാനിപ്പോൾ ഒരു 3/4 കിലോയോളം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഞാനൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള അത്യാവശ്യം വലിയ ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5-8 വെളുത്തുള്ളിയും, അത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്, അതും കൂടി ഇട്ടതാണ് കേട്ടോ അത്. പിന്നെ ഒരു 3 മീഡിയം സൈസ് സവാള, ആ സവാള നല്ലോണം അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ അതിനകത്തോട്ടിട്ട് ആവശ്യത്തിന് നമുക്ക്, ഞാൻ 3 എടുത്തത്, നിങ്ങൾക്ക് നിങ്ങനെ വേണമെന്ന് വെച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സവാളയാണ് എടുത്തത്. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, വലിയ തക്കാളിയല്ല, അത്യാവശ്യം മീഡിയം സൈസ്, എന്നാൽ ചെറുതുമല്ല വലുതുമല്ല, മീഡിയം സൈസിലുള്ള 2 തക്കാളി, അതും ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് അരിയുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിക്കരിയാം, കാരണം കുക്കറിനകത്താകുമ്പോൾ എല്ലാം നല്ലോണം വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞപ്പോൾ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞേ ഉള്ളൂ. പിന്നെ അതിനകത്തോട്ട് നമുക്കിനി പൊടികളിടാം. പൊടികളെന്ന് പറഞ്ഞാൽ ഞാൻ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്, കാശ്മീരി നോർമൽ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്, കാശ്മീരിയും എടുത്തിട്ടുണ്ട്. നോർമൽ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണാണ്, കാശ്മീരി ഒരു 2 ടീസ്പൂണാണ്. പിന്നെ അതേപോലെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂണാണ്. പിന്നെ മസാലപ്പൊടി ഇട്ടത് ഒരു 3/4 ടീസ്പൂണാണ് കേട്ടോ. ഒരുപാട് മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത്രയുമാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആ കുക്കറിനകത്തോട്ട് ഈ എടുത്ത് വെച്ച പൊടികളെല്ലാം കൂടി ഇടാം. മല്ലിപ്പൊടിയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ എരിവ് അധികം വേണ്ടാത്ത ആൾക്കാർക്കാണെങ്കിൽ കാശ്മീരി കുറച്ചും കൂടി കൂടുതലിടാം. ഞാൻ ഇച്ചിരി എരിവും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നോർമൽ മുളക് പൊടി എടുത്തത്. അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി മാത്രം വേണമെങ്കിൽ ഇട്ടുക. പിന്നെ അതിനകത്തോട്ട് പട്ട, കറയാമ്പൂ, ഒരു 2 ഏലക്ക, ഒരു കുഞ്ഞ് 3 സൈസ് പട്ട, 2 കറയാമ്പൂ, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇച്ചിരി ഉപ്പ് എല്ലാത്തിലും മുമ്പ് നിൽക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ ഇട്ടത്. നമുക്കിപ്പോൾ ഉപ്പ് കുറവ് മതി എന്നുള്ള ആൾക്കാർക്ക് അത്രയും കുറച്ചിട്ടാൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഈ ഒരു കപ്പിനകത്ത് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പിന്നെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഒന്നും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നല്ലോണം ഒന്ന് എല്ലാ മസാലപ്പൊടി, ഉപ്പും എല്ലാം കൂടെ എല്ലായിടത്തും നല്ലോണം പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം പുരട്ടിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് കുക്കർ അടച്ചിട്ട് നമുക്ക് നേരെ വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ വേവിക്കണത് നമ്മുടെ ഓരോ ഇറച്ചിയുടെയും വേവ് അനുസരിച്ച്. ഇപ്പോൾ ഞാനിതൊരു 10-12 വിസിലോളം അടുപ്പിച്ചായിരുന്നു കേട്ടോ. കാരണം ഈ ഇച്ചിരി നല്ലോണം വെന്ത് ഇറച്ചിയായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 10-12 വിസിലെങ്കിലും അടിക്കണം. അപ്പോൾ നമുക്കിത് നേരെ അടപ്പത്തോട്ട് വെക്കാം. ഇതങ്ങാടി അടപ്പത്തോട്ട് വിസിലടിച്ച് വെന്തും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങോട്ട് റെഡിയാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചിക്കറിയുടെ പരിപാടികൾ. അപ്പോൾ എളുപ്പത്തിൽ വെക്കാവുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിതിപ്പോൾ ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു ഇച്ചിരി കൂടെ ഒരു കുറുകിയ പാകത്തിനാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കുക്കറിനകത്ത് ഉണ്ടായിരുന്നത് നേരെ ഒരു മൺചട്ടിയിലോട്ട് മാറ്റി അതിനകത്തിട്ട് നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കണേ. വേണമെങ്കിൽ നമുക്കത് കുക്കറിലിട്ട് തന്നെ വേണമെങ്കിലും ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ കറി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചോറിനേക്കാളും കൂടുതൽ കോമ്പിനേഷൻ ഇതുപോലെ പൊറോട്ടയും ചപ്പാത്തി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് കേട്ടോ. കുക്കിയൊക്കെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും അത് ഗെയിമേൽ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.